ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് എക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുത്തൻ അപ്ഡേഷനിലേക്ക് എല്ലാ മുഴുവൻ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത് പോലെ 1,00,000 രൂപ വരെ കിട്ടുന്ന ഒരു കിടിലം NBFC ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് റിജക്ഷൻ ആകും. അപ്പോൾ അത് ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40-50% ആൾക്കാർക്കും അറിയാൻ പറ്റുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഞാനതിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. അവർ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നു, എന്താണ് കാരണം എന്നൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ട്രൂ ബാലൻസിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് തോന്നുന്നു, അവർ കുറച്ചു അവരുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് കുറച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിബിൽ 550 ഏകദേശം കുറച്ചു എന്നാണ് നമ്മുടെ ഏറെക്കുറെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. അവർക്ക് പല റേഞ്ചിലുള്ള ലോൺസ് കിട്ടി. നമ്മളെല്ലാവരും ട്രൂ ബാലൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മൂന്നാമത് ഒരു 12-13 ഒക്കെ കഴിഞ്ഞാൽ അത് ഓട്ടോ റിജക്റ്റ് ആകുന്നുണ്ട്. നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അത് അവർ റിജക്റ്റ് ചെയ്ത് വിടുകയാണ്. അതിപ്പോൾ ട്രൂ ബാലൻസിലില്ല എന്നാണ് നമ്മുടെ ഒരു 10-80ഓളം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാലൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ക്രെഡിറ്റ് ഫോർ ഷുവർ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഒരു അടിപൊളി NBFC ആണ്. അടിപൊളി എന്ന് വെച്ചാൽ അത്ര അടിപൊളിയല്ല, കാരണം ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് ഞാൻ ലോൺ എടുത്ത ഡീറ്റെയിൽസും മറ്റ് ഹിസ്റ്ററിയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ലോൺ ഹിസ്റ്ററി ഒന്ന് നോക്കിയിട്ട് വരാം. ഇതവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഇങ്ങനെ ഓൾഡ് നമ്മൾ ഒരു തവണ അടച്ചാലും ഇങ്ങനെ ഒരു 5-6 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ആദ്യമേ എനിക്ക് കിട്ടിയത് 2,500 രൂപയാണ്. അത് ഞാൻ അടച്ചിട്ടുണ്ട്. സക്സസ് എന്നിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന 5,000 രൂപയാണ് 2 EMI, 2,675-ൻ്റെ 2 EMI വെച്ച് ഇവിടെ ഞാനിപ്പോൾ ഒരെണ്ണം സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അത് മുമ്പ് കഴിഞ്ഞ മാസം അടച്ചതാണ്. ഇത് ഈ മാസം, അതായത് ഇന്നലെ അടച്ച എമൗണ്ടാണ്. ഓക്കെ, എനിക്കിപ്പോൾ 7,000 രൂപയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആദ്യം 2,500 ആയിരുന്നു, പിന്നെ അത് 5,000 ആയി, പിന്നെ ഇത് 7,000 ആയി. എന്നാൽ ചില സബ്സ്ക്രൈബേഴ്സിന് മൂന്നാമത്തെ തവണ തന്നെ 50,000 കിട്ടിയവരുണ്ട്, 4ാമത്തെ തവണ 1,00,000 കിട്ടിയവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തംബ്നെയിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു തംബ്നെയിൽ ഇട്ടതല്ല. എനിക്ക് ചിലപ്പോൾ 4-5 ആവുമ്പോൾ എനിക്ക് 1,00,000 രൂപ സാലറി ഇല്ലാതെ എനിക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ലോൺ കിട്ടണമെങ്കിൽ ഇവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറയും. ഓക്കെ, അത് ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും. ഇതിൻ്റെ മുകളിലായിട്ടൊരു ഓപ്ഷൻ, ഇവിടെ ഒരു നമ്പർ വരും, അവരുടെ ടോൾ ഫ്രീ നമ്പർ, ഒരു കസ്റ്റമർ കെയർ നമ്പർ വരും. അവിടെ നിങ്ങളുടെ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കണമെന്ന് പറയും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി. ചില സമയത്ത് അവർ ചോദിക്കും ഇതിലെവിടെയാണ് സാലറി എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുതൽ എന്തെങ്കിലും തുക അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ക്രെഡിറ്റ് ഫോർ ഷുവറിന് ഞാൻ ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ സാലറി ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് അവരൊരു ഫോർമാലിറ്റി കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ട് അവർ ലോൺ അപ്രൂവ് ചെയ്യുകയാണ്. ഇൻ കേസ് അവർ സാലറി എവിടെയെന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇതിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് വരുന്ന സംഭവം, ഇപ്പോൾ നമുക്കൊരു 10-10 മോഡൽ വരുന്ന ഒരു സംഭവം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ ഒരു 15,000 രൂപ കണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ സാലറി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓപ്ഷൻസ്. സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റാണ്. അവർ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. അവിടെ ഒരു വാട്സപ്പ് നമ്പറും കാണാം. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എടുത്ത ഓപ്ഷൻ ഉണ്ടല്ലോ, ആ വാട്സപ്പ് നമ്പർ എന്ന് വെച്ചാൽ 9220579161 ആണ്. ഇത് നിങ്ങൾ സേവ് ഒന്നും ചെയ്ത് വെക്കേണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ വരും. ഇപ്പോൾ എനിക്ക് ലോൺ അപ്രൂവ് ആയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഫോൺ നമ്പർ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ തന്നെ സെൻഡ് യുവർ 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു ദി മെൻഷൻഡ് ID എന്ന് പറഞ്ഞ് ഇവിടെ ഒരു മെസ്സേജ് വരും. ഓക്കെ, ഇവിടെ നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ നമ്മുടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് എനിക്ക് 7,428 രൂപ 3ാമത്തെ തവണ ലോൺ കിട്ടിയ ഓപ്ഷൻ അവിടെ കാണിക്കുന്നത്. 7,000 രൂപ എടുത്തു. അവരുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് ഏകദേശം 6,900 രൂപയാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. 3,714 രൂപ വെച്ച് 2 മാസം ഞാൻ പേ ചെയ്യണം. ഓക്കെ, താരതമ്യേന കൂടിയ ഇൻട്രസ്റ്റ് ആണ്. അത്ര കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യക്കാർക്ക് എടുത്ത് യൂസ് ചെയ്യാം. ആവശ്യമില്ലാതെ വെറുതെ എടുത്ത് യൂസ് ചെയ്ത് നമ്മുടെ പലിശയും അല്ലെങ്കിൽ നമ്മുടെ പൈസ കളയരുത്. ഞാൻ അത്രയും പറയാനുള്ളൂ. എന്തെങ്കിലും എമർജൻസി, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മുടെ മെഡിക്കൽ എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. ഇങ്ങനെയുള്ള ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും എടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കളയരുത്. ചിലപ്പോൾ അടയ്ക്കാൻ കഴിയില്ല, സിബിൽ പോവും. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോൺ കിട്ടണമെങ്കിൽ ഒരു രക്ഷയുമില്ല. ഓക്കെ, പിന്നൊരു കാര്യം മിക്ക ഉള്ള ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ സിബിൽ കൂടിയാൽ നമുക്ക് ലോൺ കിട്ടും. ഇപ്പോൾ നമ്മളൊരു മുമ്പൊരു 2 വർഷം മുമ്പ് നമ്മളൊരു ലോൺ എടുത്തു, ഒരു 5-6 EMI ബൗൺസായി.
പക്ഷേ അതിനുശേഷം നമ്മൾ കുറച്ച് അടച്ചു, നമ്മുടെ സിബിൽ ഇപ്പോൾ 550 നിന്ന് 720 എന്നാൽ ലോൺ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ എൻ്റെ ഉത്തരം ഇല്ല. കാരണം നമ്മളൊരു ബാങ്കിന് 7 വർഷം മുമ്പ് വരെയുള്ള ട്രാക്കുകൾ ചെക്ക് ചെയ്യാൻ കഴിയും. 7 വർഷം മുമ്പ് നോക്കുന്ന സമയത്ത് ഈ ട്രാക്കിൽ റെഡ് ഇൻറ്റു ഇട്ട് നിങ്ങൾക്ക് മാർക്കുകൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ സിബിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ട്രാക്ക് നെഗറ്റീവാണ്, ലോൺ റിജക്റ്റ് ചെയ്യും. അപ്പോൾ സിബിൽ കൂടും കുറയും അതൊന്നും കാര്യമില്ല. ചിലപ്പോൾ സിബിൽ 850 ആവും, പക്ഷേ ട്രാക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗൺസൊക്കെ ഓക്കെ, ചില ബാങ്കുകളൊക്കെ അത് നെഗ്ലക്റ്റ് ചെയ്യും. ഒരു 4-5 ബൗൺസൊക്കെ വരികയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു 5 വർഷത്തേക്കെങ്കിലും നിങ്ങൾക്കത് ലോൺ കിട്ടുന്നത് വളരെ പാടായിരിക്കും. ചില ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബ്രാഞ്ചും അതുപോലെ തന്നെ നമ്മുടെ റാപ്പിഡ് റുപ്പി അങ്ങനെയുള്ള ആപ്പുകൾ ചില സമയത്ത് സിബിൽ കുറഞ്ഞവർക്കും കൊടുക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനും ക്രെഡിറ്റ് ഫോർ ഷുവർ എന്ന ആപ്ലിക്കേഷനും സിബിൽ കുറഞ്ഞവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രൂ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. ഞാൻ ഈ ക്രെഡിറ്റ് ഫോർ ഷുവറിൻ്റെയും അതുപോലെ തന്നെ ട്രൂ ബാലൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അനാവശ്യമായിട്ട് ഒരിക്കലും ലോൺ എടുക്കരുത്, അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബാധ്യത വരുന്നത്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് പൈസ തന്നാൽ 7000 രൂപ എടുത്താൽ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 3714 2 മാസം വെച്ച് കൊടുക്കണം. 214 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരും. നമുക്ക് കിട്ടുന്ന ഏകദേശം 6000 രൂപയും കൂടെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റും താരതമ്യേന അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ റണ്ണാവുന്ന കാര്യം പറഞ്ഞു, അതിലാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 10-25 പേരെ കണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഈ മാസം 14 തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, പക്ഷേ അത് നടക്കില്ല തോന്നുന്നു. നിങ്ങൾ മാക്സിമം അത് സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക, ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.